Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ എനിക്കറിയാം കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഇടക്കേറി വന്നു. വീട്ടിൽ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ അധികം ദിവസങ്ങൾ അങ്ങോട്ട് പോയി. എന്തായാലും നമ്മൾ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബൊറൂട്ടോ 2 Blue Vortexന്റെ ചാപ്റ്റർ 15 ആണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ബൊറൂട്ടോ മാത്രമല്ല ഇഷ്ടംപോലെ മാങ്ക എക്സ്പ്ലനേഷൻ സീരീസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്തേക്ക്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് സാൻഡ് വില്ലേജ് ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഷീക്കിയും കൂട്ടർ എല്ലാവരും സാൻഡിനകത്ത് ഇങ്ങനെ ഒരു പെട്ട് കിടക്കുവാണ്. നമ്മുടെ ഷീക്കി കിടന്ന് കാണുന്നുണ്ട്. അച്ഛാ കഷ്ടമുണ്ട്, ഇതൊന്ന് അൺഡു ചെയ്യും, ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ തന്നെ ഇന്ന് ഫൈറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഗാറനാണ് കാണിക്കുന്നത്. പുള്ളിക്കാനായിട്ട് നന്നായി ബ്ലീഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ അടക്കം ഞാൻ ഒരു വട്ടം പറഞ്ഞ് ഒന്ന് രക്ഷപ്പെടാൻ, അത് ഓർഡറാണ്, അല്ലാതെ ഞാൻ ചുമ്മാ പറയുന്നത്. അതൊന്ന് മര്യാദക്ക് അത് അനുസരിക്കാൻ നോക്കുക. ഒരു കാര്യം ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ബൊറൂട്ടോയുടെ കൂട്ടുകാരാണ് ഞങ്ങൾക്ക് ആവശ്യം. നീ ആ വൂണ്ട് ഇപ്പോഴങ്ങനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും മരിക്കും. ഞാൻ മരിച്ചാലോ അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഈ സാൻഡ് വില്ലേജിന്റെ ഫ്യൂച്ചർ ഈ പിള്ളേരുടെ കയ്യിലാണോ ഉള്ളത്, അതുകൊണ്ട് അവരെ മരിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഗാറ അവരെ പൊക്കി ദൂരത്തേക്ക് വിടുന്നുണ്ട്. ഗാറയുടെ നേരെയായിട്ട് കുറെ അധികം ക്ലോ ഗ്രിംസ് ഓടി വരുന്നുണ്ട്. ഇത് കണ്ട് ഷിക്ക് പെട്ടെന്ന് എങ്ങനെയൊക്കെ പുള്ളിക്കാന്റെ കൈ നേരെ പുറത്തേക്ക് എടുത്തിട്ട് പുള്ളിക്കാന്റെ പവേഴ്സ് യൂസ് ചെയ്ത് അത് അൺഡു ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ ഗാറ തന്നെ ഒരു ക്ലോ ഗ്രിം കടിക്കാൻ വേണ്ടി വന്നിരുന്നു. പെട്ടെന്നായിരുന്നു നമ്മുടെ ഷീക്കി അവനെ പൊതിയുന്നത്. അവനൊരു ബാരിയർ കൊണ്ട് തന്നെ പൊതിഞ്ഞു കളയും. എന്നോടൊന്നും തോന്നില്ലേ, നമ്മുടെ സാൻഡ് വില്ലേജിന്റെ ഫ്യൂച്ചറിന് അച്ഛൻ എന്ത് വന്നാലും ആവശ്യമുണ്ട്. പെട്ടെന്നായിരുന്നു ഒരു ക്ലോ ഗ്രിം വന്ന് നമ്മുടെ ഷീക്കിനെ കടിക്കുന്നത്. അവൻ അങ്ങനെ ഒരു ട്രീ ആയിട്ട് മാറുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പറയുന്നുണ്ട്, അങ്കിൾ കാക്കിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ഡീറ്റെയിൽഡ് തന്നെ പറയണം. അങ്ങനെ നമ്മുടെ ഷീക്കി പൂർണ്ണമായി ഒരു ട്രീ ആയിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ പുള്ളി ഒരു ട്രീ ആയിട്ട് കൂടി ഗാറിനെ പ്രൊട്ടക്ട് ചെയ്ത ആ ഒരു ജുഡ്സ് ഉണ്ടല്ലോ, അത് പുള്ളിക്കാരൻ അൺഡു ചെയ്തിട്ടില്ല. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട്, നീ ഒരു മരമായിട്ട് കൂടിയും സീലിംഗ് ജുഡ്സ് യൂസ് ചെയ്ത് നീ നിന്റെ അച്ഛനെ രക്ഷിച്ചു, അവൻ്റെ ജീവൻ രക്ഷിച്ചു. നീ ജീവനോടെ ഇരിക്കുന്ന അത്രയും കാലം ഇതും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നിന്നെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടീംമേറ്റ് ആയിട്ട് മാറും. ഷിക്കമാറുസാൻ, ഇതാണ് അവിടെ സംഭവിച്ചത്. ഗാറയ്ക്ക് വേണ്ടി ഷീക്കിക്ക് വേണ്ടി ഞങ്ങൾക്ക് എങ്ങനെ പോയാലും ഷീക്കിനെ രക്ഷിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് പഠിപ്പിക്കും. എടാ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്ക് അതിനു മുമ്പ് ഒരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്. ആ ദിവസം മുതൽ ഷീക്കയുടെ സിഗ്നേച്ചറുള്ള ആരെങ്കിലും അവിടെ വന്നിരുന്നോ? ഷീക്കയുടെ സിഗ്നേച്ചർ ഉള്ളതോ? ഇല്ല, അങ്ങനെയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിച്ചോ. അത് എന്തായാലും നീ ഒന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ സാധിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും നിന്നോട് പറഞ്ഞിട്ട്. താങ്ക്സ് ഷിക്കമാറു. പക്ഷേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് തെമ്മാരി അറിയണ്ട, അവൾ അറിയാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ആ കോൾ അവിടെ കട്ടാകുന്നുണ്ട്. സാരഥ ചോദിക്കുന്നുണ്ട്, അവന്മാർ വീണ്ടും വന്നോ? അതെ, അവന്മാർ വീണ്ടും വന്നെന്നാണ് തോന്നുന്നത്. സാരഥ, ബൊറൂട്ടോ എങ്ങനെ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ അവൻ ഉറപ്പായിട്ട് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറയണം. എനിക്ക് അവൻ്റെ ഉള്ള ഇന്റൽ ആവശ്യമുണ്ട്. ഇതേ സമയത്താട്ടെ ഷിക്കമാറിന്റെ താഴത്ത് ഒരു ചെറിയ ടോടും ഉണ്ടായിരുന്നു. പിന്നെ റിയുവിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, റിയു അതാണോ എൻ്റെ നെയിം? അതെ, ഞാനാണ് ആ ഒരു നെയിം നിനക്ക് വേണ്ടി കൊണ്ടുവന്നത്. നിന്റെ ഐഡന്റിറ്റിയും നിന്റെ പവേഴ്സുമായിട്ട് ആ നെയിം നന്നായിട്ട് തന്നെ ചേരുന്നു. നീയാണല്ലേ എൽഡർ ജൂറ. എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്. എന്നിട്ട് ഷീക്ക് പുള്ളിക്കാരന്റെ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുവാണ്. ആ പവേഴ്സ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ബ്ലാക്ക് ബോക്സിന്റെ അടുത്തേക്കാണ് പുള്ളിക്കാരന്റെ സാൻഡ് ചെല്ലുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഒരു സാധനം വലിച്ച് നേരെ പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് നമ്മുടെ കോഡായിരുന്നു. കോഡിനൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല. റിയു അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുവാണ്. റിയു, അവനെ വിട്ടേക്ക്. അവൻ നമുക്ക് ഇതുവരെ ഉപദ്രവമൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മുടെ എക്സിസ്റ്റൻസ് വരെ അവൻ കാരണമാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. നീയൊക്കെ എന്തുവാണ് കാണിക്കുന്നത്? എന്നെ പൊട്ടനാക്കുവാണോ? നിനക്കൊക്കെ നേരെ ഔട്ട്സുക്കിനെ പോയി ഡിവോഴ്സ് ചെയ്താൽ പോലെ, പിന്നെ എന്തിനാണ് ഇവിടെ ചുമ്മാ കുത്തി നിൽക്കുന്നത്? അതെന്തായാലും ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അതിനു മുമ്പ് കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞങ്ങളുടെ പ്രയോറിറ്റി മറ്റൊന്നാണ്. നിനക്ക് ബൊറൂട്ടായിട്ട് നല്ല ദേഷ്യമുണ്ടല്ലേ? അവൻ നിന്റെ ടാർജറ്റുമാണെന്ന് എനിക്കറിയാം. പക്ഷേ അവനെ കൊന്നു, അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ കവാക്കിനെ അവന് നീ തൊട്ടുപോകരുത്. നിന്റെ ആറ്റിറ്റ്യൂഡൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ആരെ കൊല്ലുമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നീയൊക്കെ മര്യാദക്ക് ഒരു ഓട്സുസുക്കിനെ പോയി കഴിക്കാൻ നോക്ക്. പിന്നെ മറ്റൊരു കാര്യം കൂടെ മറക്കണ്ട, ആ ചാക്ര ഫ്രൂട്ട് അത് എന്റേതാണ്. ഞാനത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഓട്സുക്കി ആയിട്ട് മാറും. എന്നിട്ട് ഈഷിക്കയുടെ വില്ല് ഞാൻ തന്നെ മാറ്റിമറിക്കും. ചാക്ര ഫ്രൂട്ടോ? അതിന് നല്ല ഡെൻസ് എനർജി ഉള്ളതാണല്ലോ. ഈ പ്ലാന്റിന്റെ എല്ലാ ഇൻഫർമേഷനും അതിൻ്റെ അകത്തുണ്ടെന്ന് എനിക്കറിയാം. ഇനി അങ്ങനെ ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും? എന്നാൽ ഇത് കേട്ടത് നമ്മുടെ കോഡിന് ദേഷ്യം വരും. പെട്ടെന്ന് പുള്ളിക്കാരൻ ഒരു ക്ലോ മാർക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ അകത്തൂടെ നമ്മുടെ ജൂറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ജൂറയുടെ ശരീരത്തിന്റെ അകത്തൂടെ തന്നെ കൈ എടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ കോഡിന്റെ കൈ രണ്ടായിട്ട് മുറിഞ്ഞു പോയി. കോഡ് കാറുന്നുണ്ട്. വേദനയോട് നിർത്താതെ കിടന്ന് കാറുവാണ്. നിന്നോട് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും. നീ കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കാനും ഞങ്ങൾക്ക് ഇതുപോലെ നിൽക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബെനിഫിറ്റർ എന്നൊരു നിലയ്ക്ക് ഞാൻ നിനക്കൊരു ടാസ്ക് തരാം. നിനക്ക് ജീവിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ തരാം. ഓട്സുസുക്കിനെ ബൊറൂട്ടോനെ നീ തന്നെ കൊല്ലണം. അവനെ കണ്ടുപിടിച്ച് നീ തന്നെ കൊല്ലണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ചാക്കർ ഫ്രൂട്ട് ഞാൻ തന്നെ അങ്ങോട്ട് തരും. ഇതെല്ലാം കേട്ടുണ്ട് കോഡ് വേദന കൊണ്ട് തന്നെ പുള്ളിക്കാരെ ക്ലോ മാർക്സ് യൂസ് ചെയ്ത് ആ വൂണ്ട് സീൽ ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ ബഗ് പുറത്തിരുന്ന് പറയുന്നുണ്ട്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു വരുന്നത് കോഡ്. അപ്പം തന്നെ കോഡ് പറയുന്നുണ്ട്, നീ എന്തായാലും എന്നെ മോക്കിയൊന്നും വേണ്ട, ഞാൻ ചെയ്യാം. നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാം. ബൊറൂട്ടോനെ അവൻ്റെ കോമ്രേഡ്സിനെ ഞാൻ തന്നെ കൊല്ലാം. അതൊരു ഡീലാണ്. പക്ഷേ
ഉറപ്പായിട്ട് നിങ്ങൾ എനിക്ക് ചോക്ലേറ്റ് ഫുഡ് തന്നിരിക്കണം. പറ്റാവുന്നത്ര നിങ്ങളൊക്കെ ചിരിച്ചോ. പക്ഷെ അവസാനിച്ചിരിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോഡ് അവിടുന്ന് പോകുവാണ്. എന്താണെന്ന് അറിയില്ല, എനിക്ക് അവനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത വട്ടം ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ അവനെ കൊന്നോട്ടെ, അത് നിന്റെ ഇഷ്ടം, കൊല്ലാതിരിക്കുക. പക്ഷെ അതിനു മുമ്പ് നിനക്കാദ്യം നിന്റെ പ്രയോറിറ്റി യൂസ് ചെയ്യണ്ട. നിന്റെ ഇൻസ്റ്റിങ്സ് പറയുന്നത് ആരുടെ പേരാണ്? കണ്ണെടുക്കാൻ നേരത്ത് നീ ആരാണ് കാണുന്നത്? അവരാണ് നിന്റെ ടാർജറ്റ്, അവരെ വേണം നീ കഴിക്കാൻ. ഒരാളെന്റെ മനസ്സിലുണ്ട്, പക്ഷേ അതൊരു സ്പെഷ്യൽ ജൂട്സ് യൂസ് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുവാണ്. പക്ഷേ ഈ ഒരു നിലക്ക് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അൺസീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് 5th കാസക്കാകെ ഗാറ ഓഫ് ദി സാൻഡ് ആണ് എന്റെ ടാർഗറ്റ്. പിന്നെ അവിടെ ബോറൂട്ടോനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ നാരുട്ടോയുടെ ആ സ്റ്റോൺ ഫേസിന് മുകളിൽ ഇരിക്കുവാണ്. പെട്ടെന്ന് അവിടേക്ക് കാവാക്കിയും വരുന്നുണ്ട്. ബോറൂട്ടോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നീ എന്തുകൊണ്ടാണ് കൊണോഹയോട് സത്യം പറയുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയട്ടെ എന്തിനാണെന്ന് ഞാനൊന്ന് ആലോചിച്ചു. കുറച്ച് പേര് ചിലപ്പോൾ അത് വിശ്വസിച്ചേക്കാം, എന്നാൽ കുറച്ച് പേര് അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. എന്തിന്? അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കൊണോഹോ മര്യാദക്ക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നായ മോശിക്ക് എന്ത്? അവനുള്ള കാര്യങ്ങളൊക്കെ നീ സെറ്റിൽ ചെയ്തോ. നേരത്തെ കണ്ടു വെച്ച് നോക്കാത്ത നിനക്ക് എന്തായാലും ഇപ്പോൾ നിന്റെ കർമ്മ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മാസ്റ്ററും കൂടെ കോഡായിട്ട് ഫൈറ്റ് ചെയ്യാൻ നേരത്തായിരുന്നു ഞാൻ വില്ലേജിൽ നിന്ന് പോയി കഴിഞ്ഞ് കർമ്മ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. പക്ഷേ അപ്പോൾ ഞാൻ എന്തോന്ന് സെൻസ് ചെയ്തു. മോമുഷിക്ക് എന്നെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് ഞാനല്ലാതാകുന്ന പോലെ തോന്നി. എൻ്റെ കോൺഷ്യസ് ഫെയ്ഡ് ആകുന്നത് പോലെ തോന്നി. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ കർമ്മ യൂസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല കഴിഞ്ഞ 3 വർഷമായിട്ട് അവൻ ഭയങ്കര സൈലൻ്റ് ആണ്. എന്താണ് കാര്യമൊന്നും അറിയാമല്ല, പക്ഷേ എന്തോ അവൻ മഞ്ഞില്ല ഇപ്പം. അപ്പോൾ നമ്മളെ കവാക്കി പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തോ മോശമായിട്ട് തന്നെ വരാൻ പോകുന്നുണ്ട്. അത് ശരിയായിരിക്കും, പക്ഷേ കവാക്കി നിനക്ക് തന്നെ മനസ്സിലായില്ലേ, ആ ഡിവൈൻ ട്രീ പീപ്പിൾസ് അവരൊന്നും ഓർഡിനറി എനിമി അല്ല. എക്സ്പെഷ്യലി അജൂറ, അവൻ എനിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്താ ടോപ്പിക്ക് മാറ്റുവാണോ? ഞാൻ മോമോഷിക്കായിട്ട് സംസാരിച്ചെന്ന് കവാക്കി ചോദിക്കാൻ നേരത്ത് ബോറോട്ട പറയുന്നുണ്ട്, ഞാൻ ടോപ്പിക്ക് മാറ്റിയൊന്നുമല്ല, പക്ഷേ ഡിവൈൻ ട്രീ പീപ്പിൾസ് അവരാണ് ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. കവാക്കി, നിന്റെ സഹായം എനിക്ക് എന്തായാലും ആവശ്യമുണ്ട്. നമ്മൾ അവരെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും എന്നെ കൊന്നു. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അതുകൊണ്ട് അതിനു മുമ്പ് നമുക്ക് എന്തായാലും അവരെ ഡിഫീറ്റ് ചെയ്യണം. അതിനു മുമ്പ് ആദ്യം നീ സ്ട്രോങ്ങർ ആയിട്ട് മാറണം. നീ എൻ്റെ അച്ഛൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പോയി അവനായിട്ട് സംസാരിക്കാൻ നോക്ക്. അവൻ നിന്റെ പവേഴ്സ് ഫുള്ള് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുവാന്ന്. ആകെപ്പാട് നിന്റെ ഫുൾ ഡിഫെൻസീവ് പവേഴ്സ് മാത്രം ഹൈയിൽ വെച്ച് ഒഫെൻസീവ് നന്നായിട്ട് എന്നെ കുറച്ചിട്ടിരിക്കും. ആമോടൊക്കെ നിന്റെ കർമ്മ ആവശ്യമുണ്ട്. അവൻ എന്തോ പർപ്പസ് ഒക്കെ ഉണ്ട്, അതെനിക്കറിഞ്ഞൂടാ. പക്ഷേ നിന്റെ കർമ്മ എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ട് നീ മരിച്ചാൽ പറ്റിയല്ലോ. കോഡ് നിന്നെ കൊല്ലുമെന്ന് ഓർത്തിട്ടായിരിക്കണം നിന്റെ ഫുൾ ഡിഫെൻസീവ് പവർ അവൻ കൂട്ടിയിട്ടിരിക്കുന്നത്, ഹീലിംഗ് ഫാക്ടേഴ്സും കൂട്ടിയിട്ടുള്ളത്. ഞാൻ കള്ളം പറയുമെന്നാണ് നിനക്ക് തോന്നുന്നെങ്കിൽ നീ എന്തായാലും ആമോടൊക്കെ തന്നെ ചോദിച്ചോ. ഞാൻ എന്തായാലും തൽക്കാലം പോകുവാണ്. ബോറൂട്ടോ, ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഒന്നും ഇതുവരെ മാറ്റിയിട്ടില്ല. ഓട്സുസുക്കിയും ഇവലാണ്. എന്നാൽ അവന്മാരും എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ആദ്യം അവന്മാരെ തന്നെ ആണെങ്കിൽ നമുക്ക് കൊന്നേക്കാം. ഈ ഒരു കാര്യത്തിൽ നമുക്ക് വീണ്ടും പാർട്ട്നേഴ്സ് ആയിട്ട് മാറാം. അതൊക്കെ ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നീ എനിക്കൊരു വെയിറ്റ് ആയിട്ട് മാറില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.